ഇറാനെ വരിഞ്ഞു മുറുക്കി ട്രംപിസം. അമേരിക്കയുടെ കടുത്ത ഉപരോധം, ഇറാൻ കുടുങ്ങി. പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കെ ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള നിർണായകമായിട്ടുള്ള സമാധാന നിർദ്ദേശം ഇന്ന് രാത്രിയോടുകൂടി ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കവെയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ ഇറാന്റെ മറുപടി ലഭിക്കുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇറാന്റെ ഡ്രോൺ മിസൈൽ വിതരണ ശൃംഖലകൾക്ക് മേൽ കടുത്ത ഉപരോധം ഏർപ്പെടുത്തിയതിന് പിന്നാലെ ട്രംപിന്റെ ഈ നിർണായക നീക്കങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും ഇതൊന്നും ഒരിടത്തും പ്രാവർത്തികമാകുന്നില്ല. സമാധാനത്തിനായിട്ടുള്ള ഇറാന്റെ നീക്കം വെറും ഒരു പ്രഹസനമാകരുത് എന്നും അത് ഗൗരവകരമായിട്ടുള്ള ഒന്നായിരിക്കണമെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നു വരുന്ന വ്യോമാക്രമണങ്ങൾക്കും ഉപരോധങ്ങൾക്കും അറുതി വരുത്താൻ ഈ മറുപടി അനിവാര്യമാണ് എന്ന് US വിലയിരുത്തുന്നു. ഏപ്രിലിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും മേഖലയിലെ സംഘർഷത്തിന് ഇപ്പോഴും അയവ് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഇറാനിയൻ എണ്ണക്കപ്പലുകൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണം വെടിനിർത്തൽ കരാറിന്റെ ലംഘനമല്ല എന്ന് ട്രംപ് അവകാശപ്പെടുന്നത്. സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് 2 എണ്ണക്കപ്പലുകൾക്ക് നേരെ US മിസൈൽ തൊടുത്തുവെന്നും ഇത്തരം നീക്കങ്ങൾ കരാറിനെ ബാധിക്കില്ല എന്നുമൊക്കെ ഇറാനുമായിട്ടുള്ള ചർച്ചകൾ ശുഭപ്രതീക്ഷയിലാണെന്നൊക്കെ പറഞ്ഞ് തടിതപ്പാൻ ശ്രമിക്കുന്നുണ്ട് ട്രംപ്. ഈ ആക്രമണത്തെ പോലും ട്രംപ് വിശേഷിപ്പിച്ചത് ഒരു ചെറിയ തട്ട് കൊടുത്തു ഇറാൻ എന്നാണ്. ഇറാൻ സൈനിക ശേഷിയെ തളയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ 10 പ്രമുഖ വിതരണക്കാർക്ക് മേൽ US ട്രഷറി വകുപ്പ് പുതിയ ഉപരോധങ്ങൾ അടക്കം ഏർപ്പെടുത്തി കഴിഞ്ഞു. എക്കണോമിക് ഫ്യൂറി എന്ന പേരിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഇറാനെ സാമ്പത്തികമായിട്ട് തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ട്രംപിന്റെ ശക്തമായിട്ടുള്ള നേതൃത്വത്തിന് കീഴിൽ അമേരിക്കയുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് ട്രഷറി സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബെസറ്റ് വ്യക്തമാക്കുകയും ചെയ്തു. ചൈന, ദുബായ്, ഹോങ്കോങ് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കമ്പനികൾക്കും ബെലാറസിലെ ചില സ്ഥാപനങ്ങൾക്കുമാണ് പുതുതായിട്ട് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇറാന്റെ എണ്ണ വരുമാനം തടയുന്നതിനും അവരുടെ രഹസ്യ ബാങ്കിംഗ് ശൃംഖലകൾ തകർക്കുന്നതിനുമായിട്ട് ശതകോടിക്കണക്കിന് ഡോളറിന്റെ ഇടപാടുകളാണ് US തടഞ്ഞു വെച്ചിരിക്കുന്നത്. ക്രിപ്റ്റോ കറൻസി വഴിയുള്ള ഇടപാടുകളും USന്റെ നിരീക്ഷണത്തിലാണ്. ഇപ്പോൾ ഇറാനുമായിട്ട് ഇടപാടുകളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിയോ കപ്പലോ US ഉപരോധത്തിന്റെ പരിധിയിൽ വരുമെന്ന് ട്രഷറി വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ഉപരോധം ഏർപ്പെടുത്തിയ കമ്പനികളുടെ അമേരിക്കയിലുള്ള എല്ലാ സ്വത്തുക്കളും കണ്ടുകെട്ടാനാണ് ഇവരുടെ തീരുമാനവും. ഇറാനുമേൽ പരമാവധി സമ്മർദ്ദം ചെലുത്തി അവരെ ചർച്ചയുടെ മേശയിലേക്ക് എത്തിക്കുക എന്നതാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം പോലും. ഏപ്രിലിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ തുടർച്ചയാണ് ഇപ്പോഴുള്ള ഈ എക്കണോമിക് ഫ്യൂറി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇറാന് മുന്നിൽ 2 വഴികളാണ് ഉള്ളത് എന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പറയുന്നു. ഒന്നുകിൽ സമാധാനത്തിന്റെ പാത സ്വീകരിച്ച് ജനങ്ങൾക്ക് ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഭാവി ഉറപ്പാക്കാം, അല്ലെങ്കിൽ ബോംബാക്രമണങ്ങളും ഉപരോധങ്ങളും നേരിട്ട് തകർച്ചയിലേക്ക് നീങ്ങാം. ഇറാന്റെ സാമ്പത്തിക ഭദ്രതയെ പൂർണ്ണമായിട്ടും തകർക്കുന്ന രീതിയിലാണ് പുതിയ ഈ ഉപരോധങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് തന്നെ. മെയ് 8 ഗൾഫ് ഓഫ് ഒമാനിലേക്ക് കടക്കാൻ ശ്രമിച്ച 2 ഇറാനിയൻ എണ്ണക്കപ്പലുകളെ US സേന നിർവീര്യമാക്കിയായിരുന്നു കഴിഞ്ഞ ദിവസം. കപ്പലുകളുടെ പുകക്കുഴലുകൾ ലക്ഷ്യമിട്ട് കൃത്യമായിട്ടുള്ള ആക്രമണം നടത്തിയാണ് അവയുടെ മുന്നേറ്റം തടഞ്ഞത് എന്നുള്ളതാണ്. US ഏർപ്പെടുത്തിയ ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ചതിനാലാണ് ഈ നടപടി എന്ന് സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മേഖലയിൽ ഉപരോധം കർശനമായി നടപ്പിലാക്കുമെന്ന് അഡ്മിറൽ ബ്രാഡ് കൂപ്പർ പറയുകയും ചെയ്തു. അതേസമയം US വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുകയാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അരഗാച്ചി കുറ്റപ്പെടുത്തുകയും ചെയ്തു. നയതന്ത്ര പരിഹാരങ്ങൾ ചർച്ചയാകുമ്പോഴെല്ലാം അമേരിക്ക സൈനിക പ്രകോപനത്തിന് മുതിരുകയാണ് എന്നാണ് ഇറാന്റെ വാദം. എന്നാൽ ഹോർമുസ് കടലിടുക്കിൽ US കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന്റെ മറുപടിയാണ് തങ്ങൾ തിരിച്ചടിച്ചത് എന്നാണ് പെന്റഗന്റെ വാദം. മേഖലയിലെ അസ്ഥിരത തുടരുമ്പോഴും സമാധാന കരാറിൽ ട്രംപ് വലിയ വിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഇന്നത്തെ മറുപടി പശ്ചിമേഷ്യയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആഗോള എണ്ണ വിപണിയും ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതവും ഒക്കെ പുനഃസ്ഥാപിക്കപ്പെടുമോ അതോ സംഘർഷം കൂടുതൽ വഷളാകുമോ എന്നത് ഇറാന്റെ ഈ നിലപാടുകളെ ആശ്രയിച്ചിരിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ട്രംപിസം ഇറാനെ വരിഞ്ഞു മുറക്കുന്നുണ്ട്. ഈ അമേരിക്കയുടെ കടുത്ത ഉപരോധങ്ങൾ, അതായത് ഞാൻ പറഞ്ഞ ഈ എക്കണോമിക് ഫ്യൂറി എന്ന് പറയപ്പെടുന്നത് ഇറാനെ കുടുക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.